ഹലോ ഗൈസ്, നമ്മളിവിടെ ഒരു ബ്രൗസർ ബാനർ ഐ ഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രൗസർ ബാനർ ഐ ഡി നമ്മുടെ മൊബൈലിൽ ഏറ്റവും താഴെയായിട്ട് കാണിക്കുന്ന അഡ്വർടൈസ്മെൻ്റ് ഐ ഡിയാണ്. ഒരു ഐ ഡിയും കൂടി നമുക്ക് ആഡ് ചെയ്യണം. അതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ന്യൂ ആഡ് യൂണിറ്റ്. ഈ ഐ ഡി നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോഴും കാണിക്കും, ക്ലോസ് ആകുമ്പോഴും കാണിക്കും. അതിന് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇൻഡസ്ട്രിയൽ. ഇവിടെ ഒന്നും ചെയ്യേണ്ട, ഇവിടെ നമുക്ക് ആഡ് യൂണിറ്റ് നെയിം കൊടുക്കാം, ബ്രൗസർ. സേവ് ചെയ്യാം. ഇവിടെയുള്ള ആപ്ലിക്കേഷൻ ഐ ഡി ആൻഡ് ഐ ഡി യൂണിറ്റ് ഐ ഡി ഡൺ. ഇപ്പോൾ ഇവിടെ രണ്ട് യൂണിറ്റ് ഐ ഡി ഉണ്ട്, ഒരു ബ്രൗസർ ബാനർ ഉണ്ട്, ബാനർ ഐ ഡി ഉണ്ട്, ഒരു ഇൻഡസ്ട്രിയൽ ഐ ഡി ഉണ്ട്. ഇതിന് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യണം. അതിന് go to appdate.com. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ബ്രൗസർ 123 this application. If you have to see the same or not. Okay. ഇവിടെ നമുക്ക് കാണാം മോണിറ്റൈസ്. ഓക്കെ, ഈ മോണിറ്റൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹൗ ദിസ് വർക്ക് ബാനർസ്, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പോളിസി ഒക്കെ പറയുന്നുണ്ട്, വായിച്ചോളാം. ബാനർ ഐ ഡീസ് ഇവിടെ കാണാം. ഡു നോട്ട് ഡിസ്പ്ലേ മൈ ബാനർ ഐ ഡി. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ആഡ് മൊബൈൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഓണാക്കി നോക്കുക ഫോണിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്വർടൈസ്മെൻറ്റും ഉണ്ടാവില്ല ഫോൺ ആപ്ലിക്കേഷനിൽ. നിങ്ങൾ എപ്പോഴാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്, അതിനിവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ബാനർ ഐ ഡി, ഈ ബാനർ യൂണിറ്റ് ഐ ഡി നമ്മൾ കോപ്പി ചെയ്യുക. കോപ്പി ആൻഡ് ഗോ ടു ഹിയർ. ഇവിടെ ആഡ് മൊബൈൽ യുവർ ഐ ഡി യൂണിറ്റ് ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ കാണിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഐ ഡി സ്റ്റാറ്റസ് ഇനാക്റ്റീവാണ്. ഇനി ഇവിടെ ഇൻഡസ്ട്രിയലാണെങ്കിലും ഐ ഡി സ്റ്റാറ്റസ് ഇനാക്റ്റീവാണ്. നമ്മുടെ രണ്ടാമത്തെ ബാനർ യൂണിറ്റ് ഐ ഡി അത് കോപ്പി ചെയ്യാം. അത് കോപ്പി ചെയ്തു. അത് നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ആഡ് മൊബൈൽ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രണ്ട് ഐ ഡി നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡിയിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ, ഐ ഡി തെറ്റിയിട്ടില്ലെങ്കിൽ ഗ്രീൻ കളറായിരിക്കും, അല്ലെങ്കിൽ റെഡ് കളറായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഐ ഡി സ്റ്റാറ്റസ് ആപ്സ് യൂസർ ആൻഡ് യുവർ സ്മോൾ ബാനർ ഐ ഡി എസ് ആർ ആക്റ്റീവ്. ഇവിടെ അതുപോലെ തന്നെ ഐ ഡി സ്റ്റാറ്റസ് ആപ്സ് യൂസേഴ്സ് ആൻഡ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഐ ഡി എസ് ആർ ആക്റ്റീവ്. ഓക്കെ, ഈ രണ്ട് ഐ ഡിയും ഇവിടെ ആക്റ്റീവായി കഴിഞ്ഞു. നമ്മളൊന്നും ഏൺ ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ഇതുവരെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ രണ്ടും ആക്റ്റീവാണ്. ഇനി നമ്മൾ ആ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ ഓൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ബ്രൗസർ 1234 ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന. ഇനി നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പണായി. ആപ്ലിക്കേഷൻ ഓപ്പണായ ഉടനെ ഒരു
പരസ്യം വന്നിരിക്കുന്നു ഇവിടെ. ഈ പരസ്യം കാണുന്നതിനാണ് ഗൂഗിൾ നമുക്ക് പൈസ തരുന്നത്. ഇത് നിങ്ങൾ ചെയ്യുന്ന ഫോണിൽ നിങ്ങൾ AdMobile AdSense നിങ്ങൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് അവർ ചെയ്യുന്ന പേയ്മെൻറ്റ് വേറെയാണ്. ജസ്റ്റ് വ്യൂസിന് പേയ്മെൻറ്റ് വേറെയാണ്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് വേറെയാണ്. അപ്പോൾ നമ്മളിതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് നിങ്ങൾ മറ്റുള്ളവർക്കെല്ലാം എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് അവരെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കുക. നിങ്ങൾ ഫേസ്ബുക്കിലും എല്ലാം അത് നിങ്ങളുടെ ഇതുപോലെ നിങ്ങൾ നല്ല ഫാസ്റ്റ് ബ്രൗസറാണിത്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണം, ഗെയിം, കാൽക്കുലേറ്റർ, നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും നിങ്ങളുടേതായ ആപ്ലിക്കേഷൻ ചെയ്തു കൊടുക്കുക. ഇത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. അതെല്ലാവരും യൂസ് ചെയ്ത് വെച്ചിട്ട് ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഈ പരസ്യം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൗസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗൂഗിൾ നിങ്ങൾക്ക് എവിടെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. യൂട്യൂബ് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾക്കും യൂസ് ചെയ്യാം. ബട്ട് ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവർ ബ്രൗസ് ചെയ്യും. നിങ്ങളും യൂസ് ചെയ്യുന്നത് കുറക്കുന്നു. കാരണം സെയിം IP യിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതും കുറക്കുന്നു. കാരണം സ്ഥിരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങൾ തന്നെ പണമുണ്ടാക്കാനുള്ള രീതിയിൽ നിങ്ങൾ തന്നെ വാച്ച് ചെയ്യുന്നുള്ള ഇതിൽ അവർ നിങ്ങളുടെ AdSense ഡിസപ്രൂവ് ചെയ്യും. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി AdSense അപ്രൂവ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് അപ്രൂവ് ആയി കിട്ടും. ഈ താഴെ കാണിക്കുന്നതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബാനർ ID. നമ്മളിവിടെ ഒരു ബാനർ ചെയ്തിരുന്നു. ആപ്ലിക്കേഷൻ ബാനർ ID. ഈ ബാനർ IDയുടേതാണ് നമുക്കിവിടെ ഈ താഴെ കാണിക്കുന്ന ഈ പരസ്യങ്ങൾ. ഈ ബാനർ ID നമ്മൾ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ താഴെ കാണിക്കുന്നത്. ഈ IDയുടേതാണ് നമ്മൾ ഫസ്റ്റ് ഫോൺ ഓപ്പൺ ചെയ്തപ്പോൾ കാണിച്ച പരസ്യവും പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുമ്പോഴും ആ പരസ്യം ഇങ്ങനെ കാണിക്കും. കണ്ടോ? ഈ പരസ്യം കാണുന്നതിനാണ് ഗൂഗിൾ നമുക്ക് പേ ചെയ്യുന്നത്. ഈ പരസ്യം വരുന്നത് നമ്മൾ ഈ ID ഇവിടെ ഈ ബ്രൗസർ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ ID കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഈ പരസ്യം വന്നത്. ഈ പരസ്യം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ക്ലോസ് ആയി. ഓക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. നിങ്ങളുടെ എമൗണ്ട് ഇവിടെ കാണിക്കും. നിങ്ങൾ യൂസ് ചെയ്യുന്നതനുസരിച്ചുള്ള എമൗണ്ട് ഇവിടെ കാണിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇവിടെ ലിങ്ക് യുവർ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറുമായി കണക്ട് ചെയ്യാം. ഇനി അഥവാ പ്ലേ സ്റ്റോറിൽ ആഡ് ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ 00212682152015. ഓക്കെ. ഇപ്പം നമ്മളിവിടെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഫ്രീ ആയിട്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. ആ ആപ്ലിക്കേഷൻ AdMobile കണക്ട് ചെയ്തു, AdSense കണക്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് AdSenseും ഈ സെയിം അക്കൗണ്ട് ഈ സെയിം യൂസറിൻ്റെ ഇമെയിൽ തന്നെയാണ് നിങ്ങളുടെ AdSenseും ഉണ്ടായിരിക്കുക. അല്ലാതെ അതിന് വേറെ യൂസർ നെയിം പാസ്വേഡ് ഒന്നും ഉണ്ടാവില്ല. AdSense ജസ്റ്റ് ഓപ്പൺ AdSense. ഓക്കെ. AdSense പബ്ലിഷേഴ്സ്. Okay, now sign in.